ഇന്നൊരു കുഞ്ഞി കഥയായിട്ടാണ് വന്നിട്ടുള്ളത്. കഥ എന്ന് പറഞ്ഞാൽ അത്ര വലിയ കഥയൊന്നുമല്ല, ഒരു കുട്ടിക്കാലം മുതലേ ഉള്ള ഒരു ആഗ്രഹം വലുതായപ്പോൾ സാധിച്ചതിൻ്റെ ഒരു ആത്മസാക്ഷാത്കാരം എന്നൊക്കെ പറയാം. അപ്പോൾ അതുപോലെ ഒരു കാര്യമാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് പഠിക്കുന്ന കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് ഈ ഒരു നോവല് അല്ലെങ്കിൽ ചെറുകഥ അല്ലെങ്കിൽ കവിത ഇതൊക്കെ വായിക്കാൻ തുടങ്ങിയ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ എല്ലാവരെയും പോലെ തന്നെ ബുക്കുകൾ എടുത്തിരുന്നത് സ്കൂൾ ലൈബ്രറികളിൽ നിന്നും അല്ലാതെ നാട്ടിലുള്ള ലൈബ്രറികളിൽ നിന്നും ഒക്കെയാണ് ഞാൻ ബുക്ക് എടുത്തിരുന്നത്, വായിച്ചിരുന്നത് ഒക്കെ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഇവിടെ നാട്ടിലുള്ള പുണിയാനം ലൈബ്രറി, അവിടെ ദാമോദരേട്ടനായിരുന്നു ഇൻചാർജ് ഉണ്ടായിരുന്നത്. അവിടെ പോയിട്ടാണ് ബുക്ക് എടുത്ത് വായിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെറുപ്പത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ മുട്ടത്ത് വർക്കി പോലെയുള്ള അല്ലെങ്കിൽ ബഷീർ പോലെയുള്ള എഴുത്തുകാരെ മാത്രമായിരുന്നു ആ ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് പ്രായത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് അതിൻ്റെ കൂടി തലങ്ങളിലേക്കൊക്കെ മാറിയത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ആകെ ലൈബ്രറിയും തരിക എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ, ആകെ ഒരു ബുക്കാണ് ലൈബ്രറിയും തന്നു വിടുക. അപ്പോൾ ആ ബുക്ക് ചിലപ്പോൾ അവിടുന്ന് ഒരു കുന്നിറങ്ങിയിട്ടൊക്കെയാണ് എൻ്റെ വീട്ടിലേക്ക് വരിക. അപ്പോൾ ആ കുന്നിറങ്ങി വരുന്ന ആ വഴിയിൽ തന്നെ ഞാൻ ആ ബുക്ക് വായിച്ച് തീർത്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ എത്തുമ്പോഴേക്ക് ബുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. പിന്നെ പിറ്റേന്ന് പോയിട്ട് മാറ്റി അടുത്തെടുത്ത് അങ്ങനെയുള്ള ഒരു രീതിയായിരുന്നു. അപ്പോൾ അന്ന് മുതൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ലൈബ്രറി ഒക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ഒരു പൂതി എന്നൊക്കെ പറയാലോ, ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ, എൻ്റെ വീട്ടിൽ ആ സമയത്ത് ഒരു കുഞ്ഞു വീടായിരുന്നു. പിന്നെയാണത് കുറച്ച് വലിയ മാറ്റിയൊക്കെ പണിത് ശരിയാക്കിയത്. അപ്പം അന്നേരം എനിക്ക് പണ്ട് നിൽക്കുന്ന സമയത്ത് എനിക്ക് സ്വന്തമായിട്ടൊരു മുറിയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് നമ്മളൊക്കെ ആഗ്രഹം എന്ന് പറയുന്നത് നമുക്കൊക്കെ സ്വന്തമായിട്ടൊരു മുറി വേണം. ആ മുറിയിൽ ഈ ലൈബ്രറിയിലെ അത്രയും പുസ്തകങ്ങളില്ലെങ്കിൽ പോലും അത്യാവശ്യം നമുക്കിഷ്ടപ്പെട്ട പുസ്തകങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞു ബുക്ക് ഷെൽഫ് ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ ആ ആഗ്രഹം ഇങ്ങനെ മനസ്സിലിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ എന്തില്ലായിരുന്നു, ഇതൊന്നും വാങ്ങാനുള്ള ഒരു പ്രാപ്തിയോ അല്ലെങ്കിൽ അത് വാങ്ങിത്തരാനോ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഭയങ്കര ആ ഒരു സഫർ ചെയ്തൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് സ്വന്തമായിട്ട് വാങ്ങാം. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഗിഫ്റ്റൊക്കെ കിട്ടുന്ന അല്ലെങ്കിൽ ഏച്ചിയൊക്കെ ഗിഫ്റ്റൊക്കെ തരുന്നൊരു കാലഘട്ടത്തിൽ ഞാൻ ആവശ്യപ്പെടും, എനിക്ക് ഇന്നത് മതി. എൻ്റെ പിറന്നാളുകൾ എന്നെല്ലാം പറയുന്നത് എനിക്ക് ഭയങ്കര വിലപ്പെട്ട ഒന്നായതുകൊണ്ട് തന്നെ ഞാൻ പറയും എനിക്ക് ഇന്നത് മതി എന്നൊക്കെ ഞാൻ പറയും. അപ്പം അങ്ങനെയൊക്കെ ഞാൻ ആവശ്യപ്പെടുന്നതൊക്കെ എപ്പോഴും പുസ്തകങ്ങളായിരിക്കും. അങ്ങനെ കളക്ട് ചെയ്ത് ഓരോ ആൾ തന്നതും ഞാനായിട്ട് വാങ്ങിയതും സ്വന്തമായിട്ട് സ്വരുക്കൂട്ടി പൈസ കൂട്ടി വെച്ച് വാങ്ങിയതും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നാളത്തെ എൻ്റെ ഒരു വലിയ ഡ്രീമാണ് ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്ന എൻ്റെ ബുക്ക് ഷെൽഫ് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ സ്വർഗം. ഞാൻ ആഗ്രഹിച്ച് നേടിയെടുത്ത എൻ്റെ സ്വപ്നം എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു സ്വപ്നം ഈ കാണുന്നതാണ്. ഇതിൽ ഒരുപാട് ബുക്കുകളുണ്ട്. ഇതിൽ ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങൾക്ക് എടുത്ത് കാണാൻ പറ്റും. ഇത് മുഴുവൻ കേർമീര സെക്ഷനാണ്. ഇത് ബഷീറാണ്, ഇവിടെ മാധവിക്കുട്ടിയാണ്. അങ്ങനെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട 3 എഴുത്തുകാരുടെ ഏറ്റവും അവരെ അടുത്തടുത്താണ് ഞാൻ വെച്ചേക്കുന്നത്. ബാക്കി ഇതൊക്കെ എൻ്റെ മലയാളം ഒക്കെ പഠിക്കുമ്പോൾ ഉള്ള എൻ്റെ പഠന ഗ്രന്ഥങ്ങളാണ്, ആ ഒരു പഠിക്കാൻ സഹായിച്ചിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ ഇതൊക്കെ നോവലും കവിതയും ഒക്കെ ഒരു മിക്സ്, ഒരു അവിയൽ പരുവത്തിലാണ് എല്ലാം ഉള്ളത്. പക്ഷേ ഒരു വലിയ ഒരു അത്യാവശ്യം മോശമില്ലാത്ത ഒരു 250 ബുക്കോളം ഉള്ള ഒരു വലിയ കളക്ഷനായിട്ട് ഞാനിതിങ്ങനെ കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ കണ്ടല്ലോ, അപ്പോൾ ഇതാണ് എൻ്റെ കുഞ്ഞു സ്വപ്നം. അപ്പോൾ ഈ സ്വപ്നം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയോ ഒന്നുമല്ല, ഇതിങ്ങനെ നിലനിർത്തി കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇവളൊക്കെ ഈ കുഞ്ഞിനൊക്കെ വളർന്ന് വലുതാവുമ്പോൾ അല്ലെങ്കിൽ അക്ഷരം കൂട്ടി വായിക്കാനാവുമ്പോൾ എടുത്ത് വായിക്കാൻ നല്ല നല്ല ബുക്കുകൾ ഇവിടെ കളക്ട് ചെയ്ത് വെക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. എന്ന് വെച്ച് വെറുതെ കളക്ട് ചെയ്ത് വെക്കലല്ല, ഞാനിതൊക്കെ വായിക്കാറുമുണ്ട്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നത് മനീഷേട്ടൻ്റെ, നമ്മുടെ നാട്ടുകാരൻ തന്നെ ആയിട്ടുള്ള മനീഷേട്ടൻ്റെ കീളുവാരങ്ങൾ, മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള കീളുവാരങ്ങളാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ഉഗ്രം ബുക്കാണ്. അതൊരു പകുതി ആയിട്ടേ ഉള്ളൂ. അത് കവർ ചെയ്തിട്ട് മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ ആയിട്ട് വരാം. അപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഇനിയും ബുക്കുകൾ, ഇപ്പോൾ ഒരു ബുക്ക് സ്റ്റാൾ പോയി കഴിഞ്ഞാൽ പൈസ നോക്കാതെ ബുക്ക് എടുക്കാൻ പറ്റണം എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ മെയിനായിട്ടുള്ള ആഗ്രഹം എന്ന് പറയുന്നത്. ഏതെങ്കിലും കാലത്ത് അത് നടക്കുമായിരിക്കും.
അപ്പോൾ ഇപ്പം നിലവിൽ ഈ ഒരു സ്വപ്നമായിട്ട് തന്നെ മുന്നോട്ട് പോവാണ്. നാളെ എൻ്റെ മക്കൾക്കും ഈ കുഞ്ഞിനും ഒക്കെ വളർന്ന് വലുതാവുമ്പോൾ വായിക്കാനൊക്കെ ഒരു നല്ല ഒരു വായനശാല, ഒരു കുട്ടി വായനശാല എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ സ്വപ്നം. അപ്പോൾ ആ സ്വപ്നത്തിന് വേണ്ടി വീണ്ടും 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 ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അത്ര വരെ ബൈ ബൈ. അപ്പോൾ മറക്കണ്ട, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ടാറ്റാ. ടാറ്റ പറ ഇങ്ങനെ, ടാറ്റാ.